ഇപ്പോൾ കാണുന്ന ദൃശ്യം ഇവിടെ ആ ഉരുൾപൊട്ടലിൽ ആ വീടുകളും അതിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഒലിച്ച് വന്ന് ഇവിടെ കുറേ വീതി കൂടിയ ഭാഗമാണ്. അവിടെ ഈ ബോഡികൾ എല്ലാം ഒന്ന് ഒലിച്ച് വന്ന് തങ്ങി നിന്ന മേഖലയാണ്. അത് കുറേ വൃക്ഷങ്ങൾ വന്നിട്ട് ഒഴുകി വന്നിട്ടുണ്ട്. അതിന് അടിയിൽ പെട്ടുപോയ ഡെഡ് ബോഡികളാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇതിനടിയിൽ ഒരുപാട് ബോഡികൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ദുരന്ത ഭൂമിയിലാണ്. ഇവിടെ ഇനിയും അനവധി ബോഡികൾ ഉണ്ട് എന്നാണ് ഇവിടെ സമീപവാസികൾ പറയുന്നത്. അതനുസരിച്ച് മദ്രാസ് 2 റെജിമെൻറ്റിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുന്നു. ഇന്ന് രാവിലെ തന്നെ 3 ബോഡികൾ ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇനിയും ഇതിനുള്ളിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ തന്നെ, ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഇനിയും അനവധി ഡെഡ് ബോഡികളുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ തിരച്ചിൽ ദ്രുതഗതിയിലുള്ള തിരച്ചിൽ നടക്കുന്നു. രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഭക്ഷണം പോലും കഴിക്കാതെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏകോപിപ്പിക്കുന്നു. പോലീസ്, അതുപോലെ ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ, അതുപോലെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഇതിൻ്റെ ആ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചെറിയ കാലാവസ്ഥയ്ക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചെറിയ മഞ്ഞുണ്ടായിരുന്നു, അത് മാറി ചെറിയ മഴയുണ്ടായിരുന്നു, അതിലും ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങളിൽ ഇനിയും ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ നിഗമനം. നോക്കൂ, ഇത് ചൂരൽ മല നദിയാണ്. ഇതൊരു ചെറിയ അരുവി പോലായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വലിയ നദിയായി കലി തുള്ളി ഒഴുകുകയാണ്. കലി തുള്ളി ഒഴുകുന്ന ഈ നദിയെ കാരണം അതിൻ്റെ തൊട്ടടുത്തായിട്ട് പാറകൾ, വലിയ വൻകൂറ്റൻ പാറകൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പാറകൾ കാണുമ്പോൾ നമുക്കറിയാം ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തെക്കുറിച്ച്. ഇതിൻ്റെ എന്തുമാത്രം ആഘാതമാണ്, എന്തുമാത്രം വലിപ്പമുള്ള വലിയൊരു ഉരുൾപൊട്ടലാണ് ഇവിടെ നടന്നത് എന്ന് ഈ പാറ നിങ്ങൾ കാണുമ്പോൾ അഗാധമായ വലിയ കൂറ്റൻ പാറകളാണ് ഇത് ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന പള്ളികൾ, അമ്പലങ്ങൾ, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ, വീടുകൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഉറ്റവരും കൂടെവരുമില്ലാതെ പലരും ഹോസ്പിറ്റലിൽ കഴിയുന്ന അവസ്ഥയാണ്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്, ദുരിതാശ്വാസ ക്യാമ്പാണ് നടക്കുന്നത്. മെഡിസിന് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. നാല് ബോഡികളാണ് ഇന്ന് മായ കണ്ടുപിടിച്ചത്. ഇനിയും കുറേ സ്ഥലങ്ങൾ മായ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നേരെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ 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 വളരെയേറെ പരിശീലനം നേടിയിട്ടുള്ള ആളാണ് എത്തിയിരിക്കുന്നത്.
We're getting body parts now. There also one body part is found and even more हमारा 10 बजे वहाँ पे भेज दिया है. बीच में एक NDRF का टीम आया था. 3 teams are there. हमारा एक और हमारे ഇപ്പോൾ നിൽക്കുന്നത് ദുരന്ത ഭൂമിയിലാണ്. ഇവിടെ ഇനിയും അനവധി ബോഡികൾ ഉണ്ട് എന്നാണ് ഇവിടെ സമീപവാസികൾ പറയുന്നത്. അതനുസരിച്ച് മദ്രാസ് 2 റെജിമെൻറ്റിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുന്നു. ഇന്ന് രാവിലെ തന്നെ 3 ബോഡികൾ ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇനിയും ഇതിനുള്ളിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ തന്നെ, ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത്. ഈ മണ്ണിനടിയിൽ വില്ലേജിൻ്റെ പുറകു വശമാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ തിരച്ചിൽ 3 മേഖലകളിൽ നടക്കുകയാണ്. അതിന് വേണ്ട സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ പാങ്ങോട് മദ്രാസ് 2 റെജിമെൻറ്റിൽ നിന്നുമുള്ള വലിയൊരു സംഘം, 60 പേരടങ്ങുന്ന വലിയ സംഘമാണ് ഇവിടെ രാവിലെ മുതൽ ഇതിൻ്റെ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. തൊട്ടടുത്ത് ആ കാണുന്ന ഭാഗത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ്. തൊട്ടടുത്ത് അതിൻ്റെ പാലമുണ്ട്. പാലം, ക്ഷേത്രം ഇതെല്ലാം അവിടെ വിജനമായി കിടക്കുന്നു. പാവങ്ങൾ ഇത്രയും ജീവിതത്തിൽ കരുതി വെച്ചിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ജീവിതം ഈ ഒരു മനുഷ്യ ആയുസ്സിൽ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം കരുതി വെച്ചിരുന്ന സാമ്പത്തികം, സ്വർണ്ണങ്ങൾ, അതുപോലെ താൽക്കാലികൾ, അങ്ങനെ ഒട്ടനവധി ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. ഒരു ദയനീയം തന്നെയാണ് ഈ അവസ്ഥ. ഒന്ന് കാണണം. ഇപ്പോൾ കാണുന്ന ദൃശ്യം, ഇവിടെ ആ ഉരുൾപൊട്ടലിൽ ആ വീടുകളും അതിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഒലിച്ച് വന്ന് ഇവിടെ കുറേ വീതി കൂടിയ ഭാഗമാണ്. അവിടെ ഈ ബോഡികൾ എല്ലാം ഒന്ന് ഒലിച്ച് വന്ന് തങ്ങി നിന്ന മേഖലയാണ്. അത് കുറേ വൃക്ഷങ്ങൾ വന്നിട്ട് ഒഴുകി വന്നിട്ടുണ്ട്. അതിന് അടിയിൽ പെട്ടുപോയ ഡെഡ് ബോഡികളാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇതിനടിയിൽ ഒരുപാട് ബോഡികൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ്. കാലാവസ്ഥ വളരെയേറെ പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിൽ പോലും തിരച്ചിൽ വളരെ ദ്രുതഗതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. സന്നദ്ധ സംഘടനകൾ, പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരുടെയും സാന്നിധ്യത്തിലുള്ള തിരച്ചിൽ ആണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ ഇതിനുള്ളിൽ ഇനിയും ഒട്ടനവധി ഡെഡ് ബോഡികളുണ്ട് എന്നുള്ളതാണ് അവരുടെ നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ തിരച്ചിൽ വീണ്ടും നടക്കുകയാണ്. നല്ല രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. രാവിലെ ഏതാണ്ട്
8 മണി മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. ഇന്നലെ ഏറെ വൈകിയും തിരച്ചിൽ നടന്നിരുന്നു. ഓരോ തിരച്ചിലിനിടയിലും വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ, ജീവൻ പൊലിഞ്ഞു പോയ ആൾക്കാരുടെ ഡെഡ് ബോഡികൾ വീണ്ടും ഈ മണ്ണിനടിയിൽപ്പെട്ടത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഒരു ബോഡി കൂടി കിട്ടിയിരിക്കുകയാണ്. അവർ എല്ലാവരും അതിൻ്റെ ആ തിടുക്കത്തിലാണ്. എത്രയും പെട്ടെന്ന് ആ ബോഡി അവിടെ നിന്നും എടുക്കുന്നതിന് വേണ്ടിയുള്ള ആ തിടുക്കത്തിലാണ്. വീണ്ടും അടുത്ത ഡെഡ് ബോഡി വീണ്ടും കിട്ടിയിരിക്കുന്നു. അടുത്തത് അത് അവിടെ നിന്നും പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ദൗത്യസേന. വീണ്ടും തൊട്ടടുത്ത് തന്നെ വീണ്ടും കാണുന്നുണ്ട്. ഇപ്പം 6ഓളം ഡെഡ് ബോഡികൾ ഇപ്പം ഇന്ന് ആയിരിക്കുകയാണ്. 6ഓളം ഡെഡ് ബോഡികൾ ഈ ചുരൽ മല ഭാഗത്തു നിന്ന് തന്നെ മാത്രം. ഇതിനകത്ത് മരം അട്ടിയേക്ക് കിടക്കുന്നില്ല, അതിനകത്ത് നിന്ന് കിട്ടിയത്. ബാക്കി ഇത്താച്ച് വെച്ച് പണിയെടുക്കുന്നുണ്ട്. ആൾക്കാരവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാറിയതാണ്. ഞങ്ങൾ വേറെ ഒരു സ്ഥലം ഉന്നം വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. അവിടെ ഇത്താച്ചി എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ മാറുകയാണ്. ഇവിടെ ആളുകൾ കൂടുതലായതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇത്താച്ചി അവിടെ നോക്കുന്നുണ്ട്. ആ ബാക്കിയും കൂടി അതെ, ഇനി ആ ബാക്കിയും കൂടി കിട്ടിയാലേ അത് മൊത്തം കൊണ്ടാന്നിട്ട് ആംബുലൻസ് അവിടെ കാത്തിക്കുന്നത്. അവിടെ നിന്ന് ഇത്താച്ചി മാറ്റി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ശേഷമേ പോവുള്ളൂ. ഓക്കെ താങ്ക് യു. दो दिन में വീണ്ടും ബോഡി കണ്ടുപിടിക്കുന്ന തിടുക്കത്തിലാണ് മായ. അപകട മേഖലയിലൊക്കെ തന്നെ ഒരുപാട് അപകട മേഖലകളിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ ബോഡികളൊക്കെ കണ്ടുപിടിച്ച വിദഗ്ധയായ ആളാണ് മായ. കേരള പോലീസിൻ്റെ ബോഡി മണത്താൽ അവിടെ എവിടെ ഉണ്ട് ബോഡി എന്ന് വ്യക്തമായി തെളിയിക്കുന്ന വളരെ വിദഗ്ധയായ ആളാണ് മായ. ഈ പാലത്തിനോട് ചേർന്നൊരു ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം പൂർണ്ണമായും ഒഴുക്കിൽപ്പെട്ടുപോയി. അതിലെ ക്ഷേത്രത്തിലെ അവിടുത്തെ ഉരുപ്പടികളാണ്, ആ ക്ഷേത്രത്തിലെ തടികളൊക്കെയാണ്, ആ ഉത്തരങ്ങളും തടികളും ഒക്കെയാണ് ഇവിടെ വന്ന് ഒഴുകി കിടക്കുന്നത്. വീണ്ടും മഴ ഈ തിരച്ചിലിനെ വളരെയേറെ ബാധിക്കുന്നു. കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നിട്ടും അതിനെ ഒന്നും വകവയ്ക്കാത്ത തന്നെ സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും
വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഇത് കാണാം. അത് വ്യക്തമായി എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് ഇത്. ഇവിടെ ഒരു വ്യക്തികളെ ഈ സന്നദ്ധ സംഘടനകൾ രക്ഷാപ്രവർത്തകരും അല്ലാതെ ആരെയും തന്നെ ഇതിന് ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. പോലീസ് അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആർക്കും തന്നെ ഇവിടെ വരാൻ കഴിയുന്നില്ല. ആ ടൗണിൽ നിന്നും ഏതാണ്ട് 13 കിലോമീറ്ററോളം നടന്നു വേണം ഈ മേഖലയിലേക്ക് എത്താൻ. വാഹനങ്ങളെല്ലാം ബന്ദ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രദേശത്ത് എത്തണമെങ്കിൽ ആ ടൗണിൽ നിന്നും ഏതാണ്ട് 13 കിലോമീറ്ററോളം എത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ പോലും കടത്തിവിടുന്നില്ല. ഇവിടെ രക്ഷാപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും മാത്രം അവശേഷിക്കുന്നു. ഇപ്പോൾ നമ്മളെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പലരുടെയും കൈകാലുകൾ അതുപോലെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് പലതും അങ്ങനെ ഒരു ബോഡിയായിട്ട് മാത്രം കിട്ടുന്നില്ല എന്ന ഒരു സംഭവം കൂടിയുണ്ട്. അത് ഓരോ ഭാഗങ്ങളായി പലരുടെയും നഷ്ടപ്പെട്ട കൈകൾ നഷ്ടപ്പെട്ട കാലുകൾ നഷ്ടപ്പെട്ടവരുടെയൊക്കെ ബോഡികൾ പല ഭാഗങ്ങളായി ഇപ്പം കിട്ടുന്നുണ്ട്. പിന്നെ അത് 3 ദിവസം ആയതിൻ്റെ പേരിൽ വല്ലാത്ത ഒരവസ്ഥയാണ് എന്നുള്ളതാണ് പ്രധാനം. എങ്കിലും രക്ഷാപ്രവർത്തനം അതുപോലെ അതിന് തിരച്ചിലിന് ഒന്നും തന്നെ ഏതൊരു മാറ്റവുമില്ല. ഇവിടേക്ക് ആരും തന്നെ കടത്തിവിടുന്നില്ല. രക്ഷാപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും മാത്രം ആണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഉള്ളത്. മാധ്യമപ്രവർത്തകർക്കും പല രീതിയിലുള്ള വിലക്കുകൾ കൽപ്പിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് വിലക്കുകൾ കൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കടന്നു വരാൻ കഴിയുകയുള്ളൂ. 3 മേഖലകളിൽ അടിയന്തരമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ മുണ്ടക്കയ എന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ ഈ ചൂരൽമല മേഖലയിൽ ചൂരൽമലയുടെ പുറകുവശമാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അനവധി ഡെഡ് ബോഡികൾ കിട്ടും എന്നുള്ള ആശങ്കയിലാണ് അവരെല്ലാവരുടെയും പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, വളരെ നല്ല രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. എൻ്റെ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നവർ ഒക്കെയുണ്ട്. IRDW ഇതിൻ്റെ പ്രവർത്തകർ വളരെ സജ്ജമായി തന്നെ അവർ നിൽക്കുന്നുണ്ട്. ചേട്ടാ, എത്ര പേരെ എടുത്ത് ഇപ്പോൾ ഇത്ര പേരെ എടുത്ത് രാവിലെ മുതൽ? ഇന്ന് 3 ബോഡി കിട്ടി. ഒരു പാർട്സും കിട്ടി. ഒരു കാലും. 4ാമത്തെ ഇപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഉറപ്പ് വരുത്തിയില്ല. കാരണം നമ്മൾ മരക്കഷ്ണങ്ങളും മനുഷ്യന്റെ ശരീരമൊക്കെ ഏകദേശം ഒരേ രൂപത്തിലാണുള്ളത്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വല്ലാത്ത പ്രയാസമുണ്ട്. എന്നാലും ചെളിയിൽ പതഞ്ഞ് കിടക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ആളുടെ ഹൈറ്റിലും ചളിയുണ്ട്. അതിന് മുകളിലാണ് ഏകദേശം ഒരാളുടെ ഹൈറ്റിൽ മരങ്ങൾ ഇങ്ങനെ അട്ടിയിട്ട് കിടക്കുന്നത്. മദ്രാസ് 2 റെജിമെന്റ് അതിലെ വിദഗ്ധരായ പരിശീലകർ അതുപോലെ വിദഗ്ധരായ ഉള്ള ഉദ്യോഗസ്ഥർ ഒക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 60 സംഘം ആണ് ഉള്ളത്. കൂട്ടത്തിൽ 60ഓളം സംഘമാണ്. 60 വേറെ അടങ്ങുന്ന ഒരു സംഘമാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടി കാണുന്നത് പോലെ ഇവിടെ വീണ്ടും അനവധി ബോഡികൾ ഇതിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പുറകുവശം വില്ലേജിന്റെ പുറകുവശമാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മേഖലയിൽ കൂടെ ഈ നദി ദിശ മാറി ഒഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ശരിക്കും നദിയല്ല, ഇത് പെട്ടെന്നുണ്ടായ ചെറിയൊരു കൈത്തോടായിരുന്നു. ഇത് ഒരു ദിശ മാറി ഒരു വലിയ നദിയായി തന്നെ ഇതിൽ ഒഴുകുകയായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് ഇപ്പോൾ തന്നെ ഒരു ആളിൻ്റെ കാലിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒഴുകി വന്നതാണ്. ഈ മേഖലയിൽ ഒരു ചുരൽ
മല എന്ന വില്ലേജിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബന്ധുമിത്രാദികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്നും മണ്ണിൽ അകപ്പെട്ടു പോയ ഈ ഡെഡ് ബോഡികളെ എടുത്തുകൊണ്ട് വരുന്നു. അത് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ബന്ധുക്കൾ അവരുടെ സ്വന്തക്കാരാണോ, ഞങ്ങളുടെ പലരെയും കാണാനുണ്ട്. അതിൽ ഇത് വരുന്ന വാഹനത്തിൽ കൊണ്ടുവരുന്നത് എൻ്റെ ബന്ധുമിത്രാദികളാണോ എന്നൊക്കെയുള്ള ആ ഒരു അങ്കലായ്പിൽ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ എല്ലാവരും അതിനിങ്ങനെ ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബന്ധുമിത്രാദികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്നും മണ്ണിൽ അകപ്പെട്ടു പോയ ഈ ഡെഡ് ബോഡികളെ എടുത്തുകൊണ്ട് വരുന്നു. അത് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ബന്ധുക്കൾ അവരുടെ സ്വന്തക്കാരാണോ, ഞങ്ങളുടെ പലരെയും കാണാനുണ്ട്. അതിൽ ഇത് വരുന്ന വാഹനത്തിൽ കൊണ്ടുവരുന്നത് എൻ്റെ ബന്ധുമിത്രാദികളാണോ എന്നൊക്കെയുള്ള ആ ഒരു അങ്കലായ്പിൽ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ എല്ലാവരും അതിനിങ്ങനെ ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. ക്യാമ്പിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ്. ഇവിടെ വലിയൊരു ക്യാമ്പാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. വളരെ സുരക്ഷിതരാണ്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. ദുരിതാശ്വാസ ക്യാമ്പാണ് നടക്കുന്നത്. മെഡിസിന് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. ക്യാമ്പിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ്. ഇവിടെ വലിയൊരു ക്യാമ്പാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. വളരെ സുരക്ഷിതരാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബന്ധുമിത്രാദികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്നും മണ്ണിൽ അകപ്പെട്ടു പോയ ഈ ഡെഡ് ബോഡികളെ എടുത്തുകൊണ്ട് വരുന്നു. അത് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ബന്ധുക്കൾ അവരുടെ സ്വന്തക്കാരാണോ, ഞങ്ങളുടെ പലരെയും കാണാനുണ്ട്. അതിൽ ഇത് വരുന്ന വാഹനത്തിൽ കൊണ്ടുവരുന്നത് എൻ്റെ ബന്ധുമിത്രാദികളാണോ എന്നൊക്കെയുള്ള ആ ഒരു അങ്കലായ്പിൽ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ എല്ലാവരും അതിനിങ്ങനെ ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. ക്യാമ്പിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ്. ഇവിടെ വലിയൊരു ക്യാമ്പാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. വളരെ സുരക്ഷിതരാണ്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. ദുരിതാശ്വാസ ക്യാമ്പാണ് നടക്കുന്നത്. മെഡിസിന് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്.
മാനന്തവാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ വരുന്ന ഡെഡ് ബോഡികളെല്ലാം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത റൂമിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റുകയാണ്. അവിടെ എല്ലാവരും വളരെ കൃത്യമായിട്ട് ഒരു നിമിഷം പോലും ഒരു സമയം പോലും കളയാതെ എല്ലാവരും വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്, നഴ്സുമാർ, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തുന്ന. ശരിക്കും മഴയുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അനവധി ഡെഡ് ബോഡികൾ കൊണ്ടുവരാനുണ്ട്. അത് കാത്ത് ഇവിടെ നിൽക്കുകയാണ് ബോട്ട് തൊഴിലാളികൾ. അങ്ങനെ ഉള്ള അനേകം തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആ വരുന്ന ബോഡികൾ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബന്ധുമിത്രാദികളൊക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്. അവരൊക്കെ അവരവരുടെ ബന്ധുക്കളെ ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടി അവരാരാണ്, അമ്മയാണോ സഹോദരങ്ങളാണോ സുഹൃത്തുക്കളാണോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിരാവിലെ തന്നെ വന്നിവിടെ കാത്തിരിക്കുന്ന ചില ബന്ധുമിത്രാദികളുണ്ട്. അപ്പം അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതിന് ശേഷം ബോഡി ഒന്ന് കഴുകിയതിന് ശേഷം ആളിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോരുത്തരെ വിളിച്ച് കാണിക്കുന്നു. പലരും ആ ബോഡി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലല്ല എങ്കിൽ പോലും ചിലർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അത് തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് ആ ബോഡികൾ മാറ്റുന്ന ആ ഒരു സാഹചര്യമാണ്. എന്തായാലും മഴ ശരിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നു. ആണുങ്ങളുടെ കാലാണല്ലേ? അവിടുന്ന് ഒരാൾ മിസ്സിംഗ് ഉണ്ട്, രാജൻ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മാംസ ശരീരങ്ങൾ ഇത് നഷ്ടപ്പെട്ടു പോയ ആ ശരീരഭാഗങ്ങളെ കണ്ടുപിടിക്കാൻ വിദഗ്ധനായിട്ടുള്ള ഒരു പോലീസ് നായ് തന്നെ, സേനയിലെ വളരെ വിദഗ്ധനായുള്ള പോലീസ് നായ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് ഇതിൻ്റെ മണം തിരിച്ചറിഞ്ഞ് ബോഡികൾ എവിടെയുണ്ടോ അതെല്ലാം കണ്ടുപിടിക്കാൻ വിദഗ്ധനായിട്ടുള്ള ഒരു സേനയിലെ അംഗമാണ്, പോലീസ് നായാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണം അതാ തുടങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്ങനെയും ബോഡി ഉണ്ടെങ്കിൽ അതിന് കണ്ടുപിടിക്കാൻ വളരെ കഴിവ് ഉള്ള ഒരു നായ്ക്കുട്ടിയെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പോലീസിൻ്റെ സന്നാഹങ്ങൾ. അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വീണ്ടും ഒരു ബോഡി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ഒരു ബോഡി കിട്ടിയിരിക്കുന്നു. ഇത് ആ പാതയിലൂടെ കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വഴികൂടെ Vale.
മാറണം സ്ട്രെച്ചർ സാർ സ്ട്രെച്ചർ പ്രിയമുള്ളവരെ, ഇതൊന്ന് കാണണം. ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് വിവിധ മേഖലയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുടനീളമുള്ള വിവിധ മേഖലയിൽ നിന്ന്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് മുതലാണോ എൻ്റെ പ്രവർത്തനം തുടങ്ങിയത്? സോറി, ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. ആലപ്പുഴയല്ല, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. ഞങ്ങളെ ടീമുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട്. ഓരോ ഷിഫ്റ്റായിട്ട് ഓരോ ടീമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന് ടീം തിരിച്ചു പോകും. നമ്മളെ കഴിവിൻ്റെ പരമാവധി പിന്നെ വയനാടിനെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കഴിവിൻ്റെ പരമാവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? ഫുഡുകളാണ് വിതരണം ചെയ്യണോ? നിലവിൽ ഞങ്ങൾ മണ്ണാർക്കാട് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഫുഡ്, ഡ്രസ്സ്, മെഡിസിൻ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അത് നമ്മളിവിടെ ക്യാമ്പ് ഓഫീസിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ദുരിതാശ്വാസ പ്രവർത്തകർക്ക് ആവശ്യമുള്ള ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കയറ്റിയിട്ട് നമ്മളിപ്പോൾ ആ പ്രദേശത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീമിൽ ശരിക്കും എത്ര പേരുണ്ടാകും? എത്ര പേര് ആണ് ഉള്ളത് നമ്മുടെ ടീമിലോ? ഞങ്ങൾ മണ്ണാർക്കാട് മണ്ഡലത്തിൽ 150 സന്നദ്ധ പ്രവർത്തകരാണുള്ളത്. പരിശീലനം ലഭിച്ച അത് ഞങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് വളണ്ടിയർമാരാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് വിവിധ മേഖലയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുടനീളമുള്ള വിവിധ മേഖലയിൽ നിന്ന്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് മുതലാണോ എൻ്റെ പ്രവർത്തനം തുടങ്ങിയത്? സോറി, ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. ആലപ്പുഴയല്ല, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. ഞങ്ങളെ ടീമുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട്. ഓരോ ഷിഫ്റ്റായിട്ട് ഓരോ ടീമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന് ടീം തിരിച്ചു പോകും. നമ്മളെ കഴിവിൻ്റെ പരമാവധി പിന്നെ വയനാടിനെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കഴിവിൻ്റെ പരമാവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? ഫുഡുകളാണ് വിതരണം ചെയ്യണോ? നിലവിൽ ഞങ്ങൾ മണ്ണാർക്കാട് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഫുഡ്, ഡ്രസ്സ്, മെഡിസിൻ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അത് നമ്മളിവിടെ ക്യാമ്പ് ഓഫീസിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ദുരിതാശ്വാസ പ്രവർത്തകർക്ക് ആവശ്യമുള്ള ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കയറ്റിയിട്ട് നമ്മളിപ്പോൾ ആ പ്രദേശത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീമിൽ ശരിക്കും എത്ര പേരുണ്ടാകും? എത്ര പേര് ആണ് ഉള്ളത് നമ്മുടെ ടീമിലോ? ഞങ്ങൾ മണ്ണാർക്കാട് മണ്ഡലത്തിൽ 150 സന്നദ്ധ പ്രവർത്തകരാണുള്ളത്. പരിശീലനം ലഭിച്ച അത് ഞങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് വളണ്ടിയർമാരാണ്. ബോഡി കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മാറുന്നില്ല. സൈഡ് കൂടെ ചേട്ടാ സൈഡ് കൂടെ. പോട്ടെ വാങ്ങി കൊണ്ടുപോയിക്കോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കൂടി കാണുന്നത് മേപ്പാടി, വയനാട് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അവിടെയാണ് ഈ ബോഡികളെല്ലാം എത്തിക്കുന്നത്. കിട്ടുന്ന ബോഡികളെല്ലാം അവിടെ കൊണ്ടുവരുന്നു. അപ്പം അത് ആരുടെയാണ്? സഹോദരങ്ങളാണോ, അമ്മയാണോ, ആരാണ് എന്നറിയാനുള്ള തിടുക്കത്തിൽ ബന്ധുമിത്രാദികൾ അതൊന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. ഈ പാവങ്ങൾ ആരാണ് എന്നറിയില്ല. ബന്ധുക്കളെ ഒന്ന് തിരിച്ചറിയണം, സ്വന്തക്കാരെ ഒന്ന് തിരിച്ചറിയണം. എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാരൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന ആ അങ്കലായ്പിൽ
ഇവിടെ വന്ന് കാത്തിരിക്കുന്ന പാവങ്ങളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കൂടി കാണുന്നത്. കാലാവസ്ഥ വല്ലാത്ത മഴയാണ് പുറത്ത്. എങ്കിലും ഉറ്റവരും ഉടയവരും എല്ലാവരും വന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാണാതെ ഇതിൽ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ആൾക്കാർ എൻ്റെ ആണോ, ഞങ്ങളിൽ കാണാതെ ഞങ്ങളുടെ വീട്ടിൽ കാണാതെ പോയ ആരെങ്കിലുമാണോ? ഈ ഇന്നത്തെ ദിവസം ആണെങ്കിൽ ഈ ഡെഡ് ബോഡികളുടെ കണ്ടാൽ പോലും തിരിച്ചറിയുന്ന തരത്തിലുള്ള രീതിയിലല്ല. ഇന്ന് 3 ദിവസം കഴിഞ്ഞതിൻ്റെ പേരിൽ മണ്ണിനടിയിൽ നിന്നും ഇതെടുക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്നും വളരെ വികൃതമായ രീതിയിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആരാണ് എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വീടാണ് പാടിയില്ലേ? എല്ലാവരും നഷ്ടപ്പെട്ട് ഇത് മാത്രമേ ഉള്ളായിരുന്നു. അതെ, ഇത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം വരുന്ന ഓടി കണക്കായിരുന്നു. അങ്ങനെ ദയനീയമായ കാഴ്ചയാണ്. എല്ലാവരും ഒഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഭവനത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോയ ആ പാവം ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയാണ്. രക്ഷാപ്രവർത്തകരും പട്ടാളവും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഈ തിരച്ചിലിൽ ഇന്ന് പങ്കാളികളായിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ നിന്ന് ഈ ദൗത്യത്തിൽ ഏർപ്പെടുകയാണ്. അവർക്ക് ഭക്ഷണം പല മേഖലയിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിരാവിലെ ഇറങ്ങിയ സന്നദ്ധ സംഘങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാ മേഖലയിൽ നിന്നും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പാങ്ങോട് നിന്നും പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. പാങ്ങോട് നിന്ന് പട്ടാള സംഘം എത്തിയിട്ടുണ്ട്. അതുപോലെ മദ്രാസ് ജെറിബൻ അതിൻ്റെ സംഘം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ, പോലീസ്, ഫയർഫോഴ്സ്, എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഏതാണ്ട് 8ഓളം ഇറ്റാച്ചി അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. 8 ഇറ്റാച്ചിയാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ 3 ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുണ്ട്. 3 ഇനിയും ഇതിനുള്ളിൽ ഞാൻ ഈ നിൽക്കുന്ന മേഖലയിൽ ഇതിന് തൊട്ട് അടിഭാഗത്തൊക്കെ തന്നെ ബോഡികൾ ഉണ്ട് എന്നുള്ള അത് തന്നെയാണ് പറയുന്നത്. അതനുസരിച്ച് അവർ ഒരു ഭാഗത്ത് നിന്നും തിരച്ചിൽ നടത്തി ഓരോ ബോഡികളും കണ്ടുപിടിച്ച് അത് എത്തിക്കേണ്ട മേഖലകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. ബന്ധുക്കൾക്ക് ആ ബോഡികൾ വിട്ടുകൊടുക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ ഭരണകൂടവും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം.